കേരളത്തെ ഇളക്കി മറിച്ച രാഷ്ട്രീയ കോളിലൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉയർന്ന ഒരു സംഭവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്കാണ്, ഒരു ആന്റി ക്ലൈമാക്സിലേക്കാണ് ഇനി കടക്കുന്നത്. എന്താ സംഭവം? അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ ഉന്തും തള്ളും മാത്രമാണ് ഉണ്ടായതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മൊഴി. ആയുധം ഉപയോഗിച്ച് കഴുത്തിന് പരിക്കേൽപ്പിച്ചെന്ന ഗവൺമെന്റ് പരാതി ഇതോടെ പൊളിയുകയാണ്. എന്തൊക്കെ ബഹളമായിരുന്നു! മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. കേസിൽ KSUക്കാരായ 5 പ്രതികൾക്കെതിരെ വധശ്രമം കുറ്റം ചുമത്തിയാണ് 2 ആഴ്ചയിലധികം ജയിലിലടച്ചത്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. നിൽപ്പച്ചന് മനസ്സിലായില്ലേ? പ്രമാദമായ കേസിൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെ മൊഴി നൽകാതിരുന്ന മന്ത്രി 2 ദിവസം മുമ്പാണ് വിശദമായ മൊഴി നൽകിയത്. ഫെബ്രുവരി 25 വൈകിട്ട് 3:15 ആരോഗ്യമന്ത്രി വീണ ജോർജ് വന്ദേ ഭാരത് എക്സ്പ്രസിൽ പോകാൻ വേണ്ടി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ഈ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. ഗൺമാനും കൂടെയുണ്ട്. ഈ സമയത്താണ് ഇവിടെ ഒളിഞ്ഞിരുന്ന KSUവിന്റെ നേതാക്കളും പ്രവർത്തകരുമായ ആളുകൾ മന്ത്രിക്ക് നേരെ പെട്ടെന്ന് തന്നെ കരിങ്കൊടിയെടുത്ത് ഓടിപ്പാഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നത്. ഈ ഭാഗത്ത് നിന്നാണ് ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് പാഞ്ഞെടുത്തത്. ഇല്ല, ഞാൻ അടിച്ചിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിൽ കയറി ആദ്യത്തെ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ കൊടുക്കുന്ന ഇടം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ആണ് ഒളിഞ്ഞിരുന്നിട്ടാണ് ഇവർ മുന്നിലേക്ക് ചാടി വരുന്നത്. എന്നിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഇരയൊക്കെ കാണുമ്പോൾ ഒരു പുലി പതുങ്ങിയിരുന്നിട്ട് ആക്രമണം നടത്തുന്നത് പോലെയാണ്. പിന്നീട് എത്തി നോക്കുന്നു, വരുന്നുണ്ടോ എന്ന് നോക്കുന്നു. അതിനുശേഷം അതുപോലെയാണ് ചാടി വീഴുന്നത്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ഈ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം സാധ്യമാക്കിയതിനാണെങ്കിൽ, ജില്ലാ ആശുപത്രിയിൽ പുതിയ കിഫ്ബിയുടെ കെട്ടിടം സാധ്യമാക്കിയതിനാണെങ്കിൽ, അവിടെ കാത്തലാബ് സാധ്യമാക്കിയതിനാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഇതിനൊക്കെ ആണെങ്കിൽ ഞാനത് പൂമാലയായിട്ട് സ്വീകരിക്കുന്നു. മോനെ രാമദാസ, നിന്റെ അച്ഛൻ നാരായണൻകുട്ടി ചേട്ടൻ ഇത്രയും എടുക്കില്ലേ? ഒരു മന്ത്രിക്ക് നേരെ നടന്ന സാധാരണമായ ഒരു കരിങ്കൊടി പ്രതിഷേധം അതിനെ വധശ്രമമാക്കി ചിത്രീകരിക്കുക. അതിന്റെ പേരിൽ 5 KSU വിദ്യാർത്ഥികളെ ജയിലിലടക്കുക. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. വലിയ തരത്തിൽ ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക, പ്രതികളുടെ ഒരാളുടെ വീട്ടിലേക്ക് ബോംബെറിയുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാക്കിയെടുക്കുക. നാണമില്ലടാ നിനക്ക് ഇങ്ങനെ നാറിയ കളി കളിക്കാൻ? തുടക്കം മുതൽ കോൺഗ്രസും KSUവും ആരോപിച്ചത് ഇത് ആസൂത്രിതമായ ഒരു കള്ളക്കഥയാണ് എന്നാണ്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.